ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റിച്ച് പേൾ സ്റ്റോക്സ്. നമുക്കിന്ന് ഇതുപോലെ ക്രീം ബേസിൽ വരുന്ന ഫ്ലോറൽ പ്രിന്റുകളുള്ള മെറ്റീരിയൽസ് കണ്ടാലോ. എല്ലാം നമുക്ക് ഇത് കട്ടിയുള്ള ഫാബ്രിക് ആണ്, ഫ്ലെക്സ് കോട്ടൺ എന്ന് പറയുന്ന ഫാബ്രിക് ആണ്. അതിലിങ്ങനെ ഫ്ലോറൽ പ്രിന്റുകൾ വരുന്നതാണ്. ലൈനിങ് ഇല്ലാതെയും സ്റ്റിച്ച് ചെയ്യാം. ഞാനിത് ലൈനിങ് ഇല്ലാതെയാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇതിന് നമുക്ക് മാച്ചിങ് ആയി വരുന്ന ബോട്ടം പീസും ക്രീം ബേസിൽ ഹക്കോബ പോലെ ചിക്കൻ കറി വർക്കൊക്കെ വരുന്ന റണ്ണിങ് മെറ്റീരിയൽ നമുക്ക് ബോട്ടത്തിന് യൂസ് ചെയ്യാം. ഇതുപോലെ നമുക്ക് നെക്കിൽ ലേസ് ഒക്കെ വെച്ച് സ്ലീവില് ലേസ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഡിഫറെന്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന റണ്ണിങ് മെറ്റീരിയൽസ് ആണ്. ഓരോന്നായി കാണാം. ഫസ്റ്റ് വൺ വരുന്നത് ഇങ്ങനെ ക്രീം ബേസിൽ ഒരു ബ്ലൂ ഫ്ലവേഴ്സ് ആണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സ് ആണ്. ഇത് അത്യാവശ്യം കട്ടിയുള്ള ഫാബ്രിക് ആണ്. ഇങ്ങനെ പിടിക്കുമ്പോൾ കണ്ടില്ലേ, വൺ ലെയർ ഞാൻ കാണിക്കാം. കണ്ടോ, ഒട്ടും ട്രാൻസ്പാരന്റ് അല്ല. നമുക്ക് ലൈനിങ് ഇല്ലാതെ സ്റ്റിച്ച് ചെയ്താലും ഒരു പ്രോബ്ലം ഇല്ലാത്ത മെറ്റീരിയൽ ആണ്, കട്ടിയുള്ള മെറ്റീരിയൽ ആണ്. കോട്ടണിൽ തന്നെ ഫ്ലെക്സ് കോട്ടൺ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള പ്രിന്റുകളാണ് ത്രൂ ഔട്ട് വരുന്നത്. 44 ഇഞ്ചസ് ആണ് വിഡ്ത്ത് വരുന്നത്. ഈ ഒരു ഫാബ്രിക് പ്രൈസ് ചെയ്യുന്നത് 200 rupees ആണ് പെർ മീറ്റർ. ഇനി ഇതിന് നമുക്ക് മാച്ചിങ്ങിൽ, അതായത് ബോട്ടം പീസ് ആയിട്ട് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ കാണാം. ഇത് നമുക്ക് ബോട്ടം മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഇതുപോലെ തന്നെ കട്ടിയുള്ള ക്രീം കോട്ടൺ മെറ്റീരിയലില് ഇവിടെയൊക്കെ ചെറിയ ചെറിയ ഫ്ലവേഴ്സ് ആണ് വരുന്നത്. ഇതിന്റെ നമുക്ക് ആ കാണുന്ന ലോവർ പോർഷനിൽ ഇങ്ങനെ നല്ല എംബ്രോയിഡറി വർക്ക് ആണ് വരുന്നത്. കണ്ടില്ലേ, ഇങ്ങനെ മാംഗോ ഡിസൈനും ഇങ്ങനെ ബോർഡേഴ്സ് ആയിട്ട് നമുക്ക് കൊടുക്കാവുന്ന രീതിയിൽ നല്ലൊരു ഇത്രയും വീതിയിൽ നമുക്ക് ഈ ഒരു വർക്ക് വരുന്നുണ്ട് കേട്ടോ. ത്രൂ ഔട്ട് ഈ ചെറിയ ചെറിയ ഫ്ലവേഴ്സും വരുന്നുണ്ട്. ഇങ്ങനെയാണ് ഈ ഒരു മെറ്റീരിയൽ വരുന്നത്. ഇത് പ്രൈസ് ചെയ്യുന്നത് 290 rupees ആണ് പെർ മീറ്റർ. നമുക്ക് ബോട്ടത്തിനൊക്കെ ആണെങ്കിൽ ഒരു 2 meters ഒക്കെ എടുത്താൽ മതിയാവും കേട്ടോ. നെക്സ്റ്റ് വൺ വരുന്നത് ഇങ്ങനെ ഒരു ഗ്രേ ഷെയ്ഡ് പോലെയാണ് ഇതിന്റെ ബേസ് വരുന്നത്. അതിലിങ്ങനെ ബ്ലൂ പ്രിന്റുകളാണ് കേട്ടോ. ഒരു പീസ്റ്റൽ ഷെയ്ഡാണ്. ഇതും 44 ഇഞ്ചസ് തന്നെ വിഡ്ത്ത് വരുന്ന നല്ല കട്ടിയുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ. നമുക്ക് ലൈനിങ് ഇല്ലാതെയും സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഫാബ്രിക് ആണ്. പ്രൈസ് ചെയ്യുന്നത് 200 rupees പെർ മീറ്റർ. നെക്സ്റ്റ് വൺ ഒരു റെഡ് ആണ് ഫ്ലവർ പ്രിന്റ് ത്രൂ ഔട്ട് വരുന്നത്. ക്രീം ബേസ് തന്നെ, ക്രീം ബേസിൽ നല്ല ഭംഗിയുള്ള ഫ്ലോറൽ ഡിസൈൻസ് ആണ് കേട്ടോ. ഇതിൽ ഏതാണെങ്കിലും നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ടാൽ നല്ല ഭംഗിയാണ്, നല്ല കംഫർട്ടബിളും ആണ്. ലേസ് ഒക്കെ വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയൊരു ഫാബ്രിക് ആണ്. പ്രൈസ് സെയിം തന്നെ 200 rupees പെർ മീറ്റർ. നെക്സ്റ്റ് വൺ വരുന്നത് ഒരു യെല്ലോയിഷ് ക്രീം എന്നൊക്കെ പറയാം. അതായത് ക്രീം ബേസിൽ ഇങ്ങനെയാണ് ആ ഒരു ഫ്ലവർ പ്രിന്റ് വരുന്നത് കേട്ടോ. എല്ലാം ആ ക്രീം ബേസിൽ ഡിഫറെന്റ് ഫ്ലോറൽ ഡിസൈൻസ് ആണ്. ഇതിനൊക്കെ നമ്മൾ ഫസ്റ്റ് കാണിച്ച ആ ബോട്ടം പീസ് അത് നമുക്ക് ഇതിന്റെ കൂടെ ഒക്കെ പെയർ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഇത് പ്രൈസ് വരുന്നത് 200 rupees പെർ മീറ്റർ. നെക്സ്റ്റ് വൺ നമുക്ക് ക്രീം ബേസിൽ ഗ്രീൻ ഫ്ലവേഴ്സ് ആണ് കേട്ടോ ത്രൂ ഔട്ട് വരുന്നത്. എല്ലാം നല്ല ഭംഗിയുള്ള ഫ്ലോറൽ ഡിസൈൻസ് ആണ്. ഇതിനും സെയിം തന്നെ 44 ഇഞ്ചസ് വിഡ്ത്ത്. പ്രൈസ് ചെയ്യുന്നത് 200 പെർ മീറ്റർ. അപ്പൊ ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. റണ്ണിങ് മെറ്റീരിയൽസ് വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 1/2 meters ആണ് 1 quantity. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഒരു കുർത്തിക്കാണെങ്കിൽ 2.5 meters വേണമെങ്കിൽ നിങ്ങളത് 5 എന്ന് ക്വാണ്ടിറ്റി കൊടുക്കണം. ഡബിൾ ചെയ്തിട്ട് 5 എന്ന് ക്വാണ്ടിറ്റി കൊടുക്കണം. എത്രയാണോ നമ്മുടെ റിക്വയർമെന്റ് അതിന് ഡബിൾ ചെയ്തിട്ട് വേണം വെബ്സൈറ്റിൽ ഓർഡർ ചെയ്യാൻ കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കുക. കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. വാട്സപ്പിലാണെങ്കിൽ നിങ്ങൾക്ക് എത്ര മീറ്റർ ആണ് റിക്വയർഡ്, ആ റിക്വയർഡ് ക്വാണ്ടിറ്റി എത്ര ആണെങ്കിൽ, ഇപ്പൊ 5 meters ആണെങ്കിൽ ഈ ഒരു സ്ക്രീൻഷോട്ട് ഇട്ടിട്ട് ഈ മെറ്റീരിയൽ അവൈലബിൾ അല്ല, നമ്മൾ ഇന്ന് കാണിച്ചിട്ടുള്ള മെറ്റീരിയൽസ് ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ ഇത്ര മീറ്റേഴ്സ് റിക്വയർഡ് അങ്ങനെയും കൂടെ ടൈപ്പ് ചെയ്തിട്ട് അയച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇനിയും പുതിയ കളക്ഷൻസുമായി കാണാം. ബൈ.